32^1/5 വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 32^1/5 എന്നുണ്ട്. നമ്മൾ ഈ താഴെ കാണുന്ന ആളുണ്ടല്ലോ 32നെ, ഈ 32 എന്ന് പറഞ്ഞ നമ്പറിനെ ഏതെങ്കിലും ഒരു നമ്പർ റേസ് ടു ഈ താഴെ കാണുന്ന 5 എന്നുള്ള ഫോർമാറ്റിൽ, ഫോർ എക്സാമ്പിൾ ഒരു x⁵5 ഏതെങ്കിലും ഒരു നമ്പർ റേസ് ടു 5 എന്ന് എഴുതാൻ കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എന്താണ് ഒരു നമ്പർ റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ 1⁵5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ 5 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 1 എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ 5 വട്ടം ഗുണിക്കുകയാണ്. 1ന് എത്ര വർഷം ഗുണിച്ചാലും നമുക്ക് എന്തേ കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. പിന്നെ ഈ 32 എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്പറാണ്. നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ തന്നെ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9 എന്ന് പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ഇവിടെ അടുത്ത നമ്പർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ചെറിയ വാല്യൂ വരുള്ളൂ. 2⁵5 ആണോ എന്ന് ജസ്റ്റ് നോക്കിയേ നിങ്ങൾ. 2 × 2 എത്ര കിട്ടും? 4 കിട്ടും. ആ 4നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ 8 ആണ് കിട്ടുക. 8നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ 16 ആണ് കിട്ടുക. 16നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ 32 ആണ് കിട്ടുക. എന്ന് വെച്ചാൽ 5 പ്രാവശ്യം 2നെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 32 ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ 32 എന്ന് പറഞ്ഞ നമ്പറിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2⁵5 എന്ന് എഴുതാം. ഞാനിവിടെ എഴുതി 2⁵5. ഇനി ആ മേലുള്ള ഓൾ റേസ് ടു ഈ കാണുന്ന 1/5 അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 1/5 എഴുതി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ എഴുതാം, x⁴A ഓൾ റേസ് ടു B എന്ന് വെച്ചാൽ x എന്ന് പറഞ്ഞ നമ്പറിൻ്റെ പവറായിട്ട് A വരുന്നുണ്ട്, ഈ മൊത്തം സാധനത്തിൻ്റെ പവറായിട്ട് ബിയും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ x⁴AB ആണ്, അഥവാ A × B. x⁴A × B ഈ രണ്ടാൾക്കാരെ ഗുണിക്കുക. അപ്പോൾ അതേപോലെ ഇവിടെ ഈ രണ്ടാൾക്കാരെ ഗുണിക്കണം. 2⁻² ഈ രണ്ടാൾക്കാരെ ഗുണിക്കേണ്ടി വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2⁻². ആ രണ്ടാൾക്കാരെ ഗുണിച്ചാൽ 5 × 1/5 എന്നാണ് വരിക. ഇവിടെ 5 × 1/5 ഈ 5ഉം 5ഉം എന്തായി പോവും? വെട്ടിപ്പോവും. ബാക്കി ആര് മാത്രമേ വരുള്ളൂ? 1 വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2⁻1 ആണ്. എന്താണ് 2⁻1 എന്ന് പറഞ്ഞാൽ? 2⁻1 എന്ന് പറഞ്ഞാൽ അത് സിംപ്ലി 2 തന്നെയാണ് അല്ലേ? ഇനി നമ്പർ റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 2 ആണ്. കാര്യം കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ 125 ഉണ്ട്, റേസ് ടു 1/3 ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 125 എന്ന് പറഞ്ഞ നമ്പറിനെ ഏതെങ്കിലും നമ്പർ റേസ് ടു 3 എന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഒന്ന് നിങ്ങൾ ലോജിക്കലി ചെയ്ത് നോക്കുക. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക.